ഇതുപോലൊരു അബദ്ധം വേറെ പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക്. ആദ്യമായിട്ട് ഇങ്ങനൊരു പണി കിട്ടണേ. നമുക്ക് 2 കസ്റ്റമേഴ്സ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിലാണ്. 2 പേരും സെലക്ട് ചെയ്തത് നമ്മുടെ LED ലാമ്പിൻ്റെ കോംബോ ആണ് കേട്ടോ. അപ്പം ഇതിൽ ആദ്യത്തെ ആൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേകൾക്ക് ഈ ഒരു ഹാമ്പർ നേരത്തെ എത്തിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ട് ആൾക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്തേ. ഫോട്ടോസ് എനിക്ക് രണ്ടാമത്തെ ആൾ അയച്ചു തരാൻ ലേറ്റ് ആയായിരുന്നു. തലേ ദിവസമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഫോട്ടോസ് കണ്ടപ്പോഴാണ് ഞാൻ ഇന്നലെ ഈ ഫോട്ടോസ് എല്ലാം ഞാൻ പ്രിൻ്റ് എടുത്താണല്ലോ എന്ന് ഓർത്തത്. ഞാൻ എന്നിട്ട് രണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ഇതിൽ പേരും ഡേറ്റും എല്ലാം കൂടെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് രണ്ടും ഒരാളാണ്. 2 പേരും ഓർഡർ ചെയ്തേക്കുന്നത് ഒരാൾക്ക് കൊടുക്കാൻ തന്നെയാണെന്നുള്ളത് പിന്നെയാണ് ക്ലിയർ ആയത്. ഉടനെ തന്നെ ഞാൻ രണ്ടാമത്തെ ആളെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ആദ്യത്തെ ആളുടെ ഓൾറെഡി പാർസൽ അയച്ചു കഴിഞ്ഞ് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. രണ്ടാമത്തെ ആൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്ത് അയക്കണം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. മെയിൻ ചലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഹാമ്പറിലുള്ള ഒരു ഐറ്റംസും മറ്റേതിൽ റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ ലക്കിലി നമ്മൾ കുറേ ഡീപ്പ് ഫ്രെയിമും പോളറോയിഡ്സ് അങ്ങനത്തെ വേറെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 2 ഹാമ്പേഴ്സ് ആൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഡേറ്റും പേരും ചെറുതായിട്ട് മാറിയതുകൊണ്ടാണ് ഇങ്ങനൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മളത് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും റിസോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹാമ്പേഴ്സ് കൊടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സർപ്രൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DM ടു ഹാപ്പി ഹാമ്പർലി.